ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ വ്യക്തി ശുചിത്വം നമുക്ക് പല രീതിയിലുണ്ട്. അതുപോലെ നമ്മൾ വീടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വാഹനമാണെങ്കിലും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരമാണെങ്കിലും നമുക്ക് ശുചിത്വം പാലിക്കേണ്ട കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ വ്യക്തി ശുചിത്വത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതായത് സ്വയം നമ്മുടെ വൃത്തിയെക്കുറിച്ചുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മനുഷ്യൻ പല രീതിയിലായിരിക്കും. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും കറുത്തവരും വെളുത്തവരും ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. പുരുഷനും ശുചിത്വം ആവശ്യമാണ്, അല്ല എന്നല്ല ഞാൻ പറയുന്നത്. കാരണം നമ്മൾ അനുഭവങ്ങളിൽ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ത്രീകളെന്ന് പ്രത്യേകിച്ച് പറയുന്നത് കാരണം ഉണ്ടായത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് പ്രൊഫഷനാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ നല്ല ഉയർന്ന ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഉയർന്ന തസ്തികയിലുള്ള ജോലിയും ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായ വൃത്തിയും വെടുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറാനും നമുക്ക് എന്തും പോസിറ്റീവായിട്ടാവാനും ഒക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ശുചിത്വം ഇല്ല അല്ലെങ്കിൽ നമ്മളെ തന്നെ ശ്രദ്ധിക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനും നമുക്കൊരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അസുഖബാധിതരായിട്ടും ഒക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ നമ്മളോട് അടുത്ത് ഇടപഴകാനായിട്ട് തന്നെ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ശുചിത്വം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വീടിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഞാൻ പിന്നെ ഒരു വീഡിയോ അതായിട്ട് വരാം. ഇപ്പം നമ്മളൊരു വ്യക്തിയെക്കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ഞാൻ പറയാം, സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ നേരം വിളിച്ചാൽ മാത്രമേ നമുക്ക് കുളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കും അല്ലേ? എനിക്കും കുളിച്ചിട്ട് പണി ചെയ്യാൻ എനിക്കും ഇഷ്ടമില്ല. അപ്പോൾ അതുപോലെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ വീടൊക്കെ വൃത്തിയാക്കി അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പാചകങ്ങളൊക്കെ കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വസ്ത്രം ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് വിചാരിച്ച് നമ്മൾ പുതിയൊരു വസ്ത്രം എടുത്തിട്ട് ഇടണം എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കാണാം, പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പല ഫങ്ഷനുകൾ വന്നിട്ടും ഒക്കെ അവർ മുഖം നല്ലതുപോലെ നല്ല പുട്ടിയൊക്കെ ഇട്ട് അല്ലെങ്കിൽ പ്രൈമർ അല്ലെങ്കിൽ എന്തൊക്കെയാച്ചാൽ മുഖത്ത് തേക്കാനുള്ള സാധനങ്ങൾ, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ മുഖത്ത് തേക്കാനുള്ള സാധനങ്ങളൊക്കെ തേച്ച് മുഖമൊക്കെ നല്ല ഒരു എന്താ പറയുക, കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ ആവും. അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ നല്ല സ്മൂത്തി ആയിട്ട് കാണുന്ന പോലെ നല്ല സ്മൂത്തായിട്ട് നല്ല ക്ലിയർ ആയിട്ടും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇതിടുന്നതുകൊണ്ട് ഞാൻ കുറ്റം പറയില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാനും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. മറ്റൊരാൾ എന്താ പറയാൻ ചിന്തിച്ചിട്ട് നമ്മൾ ഇടാതിരിക്കേണ്ട. ലിപ്സ്റ്റിക്ക് നല്ല മേക്കപ്പ് എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം മേക്കപ്പൊക്കെ മുഖത്തൊക്കെ നന്നായിട്ട് ചെയ്യും. പക്ഷേ ചിലവർക്ക് തീരെ വൃത്തി ഉണ്ടാവില്ല. നമ്മൾ ശരീരം വൃത്തിയാക്കില്ല അല്ലെങ്കിൽ അങ്ങനെ കുളിക്കാതിരിക്കുന്നവരുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഇപ്പോൾ പല സ്ഥലങ്ങളിലും അല്ലേ, നമുക്ക് കക്ഷത്തായിക്കോട്ടെ അങ്ങനെ നമുക്ക് രോമ വളർച്ചയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ രോമൊക്കെ നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്യാത്ത പക്ഷം അങ്ങനെ ഇരുന്നിട്ട് നമുക്ക് വയർപ്പൊക്കെ അടിയാനും അവിടെയൊക്കെ നമുക്ക് ഇച്ചിങ് വരാനും സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ക്ലീൻ ആക്കേണ്ടത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളതൊക്കെ ക്ലീൻ ആക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ വ്യക്തി ശുചിത്വത്തിൽ ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള വസ്ത്രം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അറിയാം, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് പണികൾ ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല. അടുക്കളയിലായിക്കോട്ടെ, അതുപോലെ ചിലപ്പോൾ ഇപ്പം ഒന്നും പിന്നെ പശുക്കളില്ല. പശുക്കളൊക്കെ ഉള്ള കാലഘട്ടമാണെന്നുണ്ടെങ്കിൽ തൊഴുത്തും കാര്യങ്ങളും ചാണകം വാരലും അങ്ങനെയൊക്കെ. അപ്പോൾ അടുക്കള പണിയിൽ തന്നെ ഉണ്ട്. അടുക്കളയിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളാകെ വേർത്ത് നാറില്ല. നമുക്ക് തന്നെ തോന്നും, ഇങ്ങനെ നാർട്ടെടുക്കണ പോലെ തോന്നും. കാരണം വേനൽക്കാലമൊക്കെ ആവുന്ന സമയത്ത്, പിന്നെ പ്രത്യേകിച്ച് മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിവിടെയൊക്കെ ഇങ്ങനെ ഹെയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വയർപ്പിനൊരു കുത്തണ മണം വരും. പിന്നെ വയർപ്പ് ഉണ്ടാവുക എന്നത് പറയുന്നത് ആരുടെയും കുറ്റമല്ല, അല്ലെങ്കിൽ വയർപ്പ് നാറ്റം എന്ന് പറയുന്നത് ആരുടെയും കുറ്റമല്ല. നമുക്ക് എല്ലാവർക്കും അതിപ്പോൾ നമുക്ക് പലർക്കും ഉണ്ടാവില്ല, ദുർഗന്ധം വമിക്കുന്ന പോലെയുള്ള മണം വരും അല്ലെങ്കിൽ അങ്ങനെ. അപ്പം നമ്മൾ സ്വയം ശ്രദ്ധിക്കണം. അപ്പം നമ്മളിപ്പോൾ ഇന്നൊരു വസ്ത്രം ഇട്ട് കഴിഞ്ഞു വെച്ചാൽ ആ വസ്ത്രം തന്നെ അവിടെ ഇപ്പോൾ ആണുങ്ങളൊക്കെ കാണാം, ഷർട്ട് കട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹാങ്കറിൽ ഇങ്ങനെ തൂക്കിയിടും. അത് കഴിഞ്ഞിട്ട്
പിന്നെ ഒന്ന് പുറത്ത് പോകുമ്പോൾ അത് എടുത്തിടും. അപ്പോൾ സ്ത്രീകളാണെങ്കിലും നമ്മളിട്ടത് കഴുകാതെ പിന്നെ ഇടുക. അപ്പോൾ അതിന് ആ വയർപ്പ് മണം അതിൽ പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അടുത്തേക്ക് വരുമ്പോൾ തന്നെ ദുർഗന്ധം വമിക്കുന്ന മണം, അല്ലെങ്കിൽ വയർപ്പ് മണം അല്ലേ, ചിലവരുടെ മണം നമുക്ക് അടുത്ത് കൂടെ പോകുമ്പോൾ തന്നെ നമുക്കൊരു കുത്തണ മണം അല്ലേ, സഹിക്കാൻ പറ്റാതെ ആവും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അല്ലേ നമ്മളതിനും പറയുക. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. പിന്നെ മാത്രമല്ല വയർപ്പ് മണം പോകുന്നതിന് പല രീതികളും കാര്യങ്ങളും കെമിക്കൽ നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കല്ലുപ്പ് ഇട്ടിട്ട് കുളിച്ചാൽ നല്ലതാണ്. അതുപോലെ നമ്മൾ ആലം എന്ന് പറയില്ലേ, പണ്ടൊക്കെ ബാർബർ ഷോപ്പിലൊക്കെ ഒരു കല്ല്, വെള്ളാറങ്കല്ല് പോലത്തെ ഒരു കല്ല്, ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ആലം എന്ന് പറയുന്ന സാധനം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ തന്നെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ, ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ നിലയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ ഉടനെ ബാത്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങണേക്കാൻ മുന്നേ നമുക്കതിങ്ങനെ കക്ഷത്തൊന്ന് തേക്കാം. അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് വയർപ്പ് മണം മാറുന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് ദിവസം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വയർപ്പ് മണം മാറുന്ന പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താണ് ജാവൂദ് അങ്ങനെയൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്, പൊടികളുണ്ട്, കെമിക്കലില്ലാത്ത നല്ല പൊടികളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ വയർപ്പ് മണം മാറാൻ വേറെ വഴിയൊന്നും നമുക്കില്ല. കാരണം അത് ഓരോരുത്തർക്കും ശരീരത്തിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് നമുക്കായിട്ട് മാറ്റാനായിട്ട് പറ്റാത്തതുകൊണ്ട് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും വൃത്തിയായി പെരുമാറാനും ശ്രദ്ധിക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലും പരിഹാര മാർഗങ്ങളും നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ സ്ത്രീകൾക്കും വജൈനയുടെ അവിടെയൊക്കെ ഹെയർ ഉണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ ക്ലീൻ ആക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് പറയും പോലെ മെൻസസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിയുമ്പോൾ നമ്മൾ ആ സമയം നമ്മൾ പാഡോ അല്ലെങ്കിൽ തുണികളോ ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറേ സമയം അങ്ങനെയൊക്കെ വല്ലാതെ എന്താ പറയുക അടച്ചു കെട്ടിയിരിക്കുന്ന പോലെ ആകുമ്പോൾ നമുക്ക് വയർപ്പൊക്കെ അവിടെ അടിയാനും അതുപോലെ നമുക്ക് ഇച്ചിങ് ഒക്കെ ഉണ്ടാവാനും സാധ്യത ഉണ്ട്. അപ്പോൾ അല്ല മെൻസസ് പീരീഡ് അല്ലാന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഹെയറൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വയർപ്പടിയാനും നമ്മൾ അണ്ടർവെയറൊക്കെ ഉപയോഗിക്കണത്. അപ്പോൾ 2 നേരം നമ്മൾ അണ്ടർവെയർ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ അണ്ടർവെയർ 2 നേരം മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇളം ചൂടുവെള്ളം, നമ്മൾ മൂത്രത്തിൻ്റെ ചൂട് ഏതാ ആ ചൂടാണ് നമ്മൾ അവിടെ വാഷ് ചെയ്യാനായിട്ടുള്ള ചൂടുവെള്ളം എടുക്കാൻ പാടുള്ളൂ. കടുത്ത ചൂടിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കരുത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ വാഷ് ചെയ്യുക. പിന്നെ നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വാഷ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്യുന്ന സമയത്ത് ആ വെള്ളം നല്ലതുപോലെ നമ്മൾ ഒപ്പിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ യൂറിനൊക്കെ പാസ് ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ അവിടെ നിന്ന് അതോടുകൂടി നമ്മൾ അണ്ടർവെയർ അല്ലെങ്കിൽ ഇന്നർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇച്ചിങ് വരാനും അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മെൻസസ് ആവുന്ന സമയത്തും നമുക്ക് യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പരമാവധി വ്യക്തി ശുചിത്വം നമ്മൾ പാലിക്കുക. ഈ കാര്യങ്ങളിലേക്കാണ് പാലിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ രാവിലെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു നമ്മൾ വയർത്തു പണികളൊക്കെ എടുത്തു വയർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇനി വീട്ടമ്മമാരല്ല ചെറുപ്പക്കാരായ പെൺകുട്ടികളാണെങ്കിൽ പോലും നമ്മൾ കോളേജിൽ പോയി അല്ലെങ്കിൽ ജോലിക്ക് പോയി ഒക്കെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് വന്ന മേലൊക്കെ കഴുകി വീണ്ടും നമ്മൾ വസ്ത്രങ്ങളൊക്കെ മാറുക. അതുപോലെ തന്നെ ഇന്നേഴ്സൊക്കെ മാറാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കഴിയുന്നതും കോട്ടൺ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പല രീതിയിലുള്ള കാണാൻ ഭംഗിയുള്ളതും അല്ലെങ്കിൽ പല രീതിയിലുള്ളതും നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പീരീഡൊക്കെ ആവുന്ന സമയത്ത് പാഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഴുകിയ പോവാൻ എളുപ്പം നല്ലത് അങ്ങനത്തെ തുണികളാണ് എന്നുള്ളത്, പോളിസ്റ്റർ കലർന്ന തുണികളൊക്കെ ആണെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. വേണ്ട, നിങ്ങൾ കോട്ടൻ്റെ ഇന്നേഴ്സ് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു 4 എണ്ണം നമ്മൾ അതിനായിട്ട് മാറ്റി വയ്ക്കുക. കാരണം ആ സമയങ്ങളിൽ ഉപയോഗിക്കാൻ മാത്രമായിട്ട് നമ്മളൊരു 4 എണ്ണം അങ്ങനെ മാറ്റി വയ്ക്കുക. ആ സമയത്ത് മാത്രം അത് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് നല്ലത് വേറെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഹിന്ദുമത ആചാരപ്രകാരം നമ്മൾ അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും ആ വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ട. കാരണം അത് ഈ സമയത്തേക്ക് മാത്രം മാറ്റി വെച്ചതായതുകൊണ്ട് ആ പീരീഡ് ടൈമിൽ മാത്രം അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് നമ്മൾ ഈ ഇന്നറൊക്കെ ഇട്ടിട്ട് വിയർത്ത് ചിലവർക്ക് തടിയുള്ള പ്രകൃതമായിരിക്കാം. അപ്പോൾ തുടയൊക്കെ വണ്ണുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തുടകൾ കൂട്ടിമുട്ടാനും അതുപോലെ തുടകൾ കൂട്ടിമുട്ടി ഉരഞ്ഞ് പൊട്ടാനും അതുപോലെ നമുക്ക് 2 സൈഡിലും തുടർ 2 സൈഡിലും നമുക്ക് ചിലപ്പോൾ ഇച്ചിങ് ഒക്കെ വരാനും വേർപ്പ് അവിടെ അടിഞ്ഞ് കൂടിയിട്ട് നമുക്ക് ചിലപ്പോൾ പൊട്ടാനും അതുപോലെ ചിലപ്പോൾ ഇച്ചിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഒന്ന് ചൊറിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടെ പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ബ്ലാക്ക് കളറൊക്കെ വരും. അപ്പോൾ തടി കൂടുമ്പോൾ തന്നെ നമുക്ക് ബ്ലാക്ക് കളർ വരും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് വയറിനാണെങ്കിലും തുടക്കുകയാണെന്നുണ്ടെങ്കിലും മാറ്റങ്ങൾ വരും. കാരണം
വികസിക്കുകയാണ്, വയറും വികസിക്കും, തുടയ്ക്കും, നമുക്ക് ശരീരത്തിന് വണ്ണം വരുന്നതനുസരിച്ച് തുടയ്ക്കും മാറ്റം വരും. അപ്പോൾ വരകളൊക്കെ വരും. അതൊന്നും ഇപ്പോൾ സൗന്ദര്യത്തിൻ്റെ പ്രശ്നമായിട്ട് കണക്ക് കൂട്ടണ്ട, അങ്ങനെയൊക്കെ സംഭവിക്കും. അതിനൊക്കെ ഇതിൻ്റെയൊക്കെ മാർക്കുകൾ പോകാനായിട്ടുള്ള ക്രീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഉപയോഗിക്കണമെന്നില്ല, കുഴപ്പമൊന്നുമില്ല. കുറച്ച് നമ്മൾ തടി കുറയുമ്പോൾ ചിലപ്പോൾ അതിന് മാറ്റം വരും. പിന്നെ ഇപ്പോൾ ഇതൊരു പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കൊന്നും വേണ്ട. തടിക്കുമ്പോൾ അങ്ങനെ വന്നു പോയതല്ലേ, നമ്മുടെ ശരീരത്തിൻ്റെ മാറ്റം അനുസരിച്ച് വന്നു പോണതാണ്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ തുടരെ ഇടുക്കിലൊക്കെ നമുക്ക് അങ്ങനെ പൊട്ടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നമ്മൾ അതിനുള്ള ഓയിൻമെൻറ്റോ കാര്യങ്ങളോ വാങ്ങി പുരട്ടുക. അല്ലാതെ നമ്മൾ നാണക്കേട് വിചാരിച്ചിട്ട് അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളൂ വെച്ചാൽ പിന്നെ അത് വ്രണാവാനോ അല്ലെങ്കിൽ ഒരു മുറിവാവാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉള്ളിലേക്ക് പോകാനും ഒക്കെ കാര്യങ്ങളുണ്ടാവും കേട്ടോ. പിന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ പെട്ടെന്ന് വരും. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക തന്നെ വേണം. മൂത്രം പിടിച്ചു നിർത്താനോ അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വാഷ് ചെയ്യാതെ ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് വേണം വാഷ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ മൂത്ര വിസർജനമൊക്കെ ചെയ്യണ സമയത്ത് നമ്മൾ മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഫ്രണ്ടിൽ നിന്ന് വേണം ബാക്കിലേക്ക് കഴുകാനായിട്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ മോഷനിൽ അണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൈകളിലൂടെ അത് ഫ്രണ്ടിലേക്ക് വരാനും അതുപോലെ തന്നെ നമുക്ക് ഇൻഫെക്ഷനുകൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, പീരീഡ് ടൈമിലൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ആകുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ മിക്കവർക്കും സംഭവിക്കാറുണ്ട്. അത് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായി വെള്ളം കുടിക്കാനും അതുപോലെ വ്യക്തി ശുചിത്വം പാലിക്കുന്നതനുസരിച്ച് അതിന് മാറ്റം വരും. പിന്നെ അസുഖങ്ങളെ കൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് നമുക്ക് ഡോക്ടറെ കണ്ട് മാറ്റാൻ തന്നെയാണ് പറ്റുള്ളൂ. അപ്പോൾ അത് പലർക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയും നമ്മൾ ചിലപ്പോൾ എല്ലാ പണികളും സന്ധ്യയ്ക്കൊക്കെ ചിലപ്പോൾ നമ്മൾ മേല് കഴുകി വസ്ത്രങ്ങളൊക്കെ മാറ്റിയാലും പിന്നെ എന്തെങ്കിലുമൊക്കെ പണികൾ കഴിഞ്ഞു നമ്മൾ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിലത്തെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവർക്കും ഭക്ഷണങ്ങളൊക്കെ വീണ്ടും രാത്രിയിലേക്കുള്ളത് പാചകം ചെയ്തു ഭക്ഷണങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വരുമ്പോൾ നമ്മൾ ആകെ നനയും അല്ലേ. അങ്ങനെ നനഞ്ഞ് വരുമ്പോൾ നമ്മൾ അതോട് അങ്ങനെ വന്ന് കിടക്കരുത്. അപ്പം നമ്മൾ ഒന്നെങ്കിൽ ആ സമയത്തൊന്ന് മേല് കഴുകാനോ അല്ലെങ്കിൽ വസ്ത്രം മാറാനായെങ്കിലും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കാരണം നമ്മളൊരു പുരുഷൻ്റെ കൂടെ നമ്മൾ ഭർത്താവിൻ്റെ കൂടെ കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നമ്മുടെ കൂട്ടത്തിൽ കിടക്കുന്ന നമ്മളൊരു വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്ന് വന്ന രണ്ട് പേരാണ് ഒന്നിച്ച് ജീവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പെരുമാറ്റങ്ങളും ഓരോ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. സ്ത്രീ ആണെങ്കിലും പുരുഷനാണ്, അതായത് ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും വ്യക്തി ശുചിത്വം അവിടെ ആവശ്യമാണ്. കാരണം വിയർപ്പിൻ്റെ മണം, അതുപോലെ തന്നെ നമ്മളൊരാൾ നമ്മുടെ അടുത്ത് കിടക്കുമ്പോൾ വിയർപ്പിൻ്റെ മണം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അസഹ്യത തന്നെയാണ് അല്ലേ. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വീട്ടമ്മയ്ക്ക് എപ്പോഴും പണികൾ തന്നെയാണ് സമ്മതിച്ചു. നമ്മളിപ്പോൾ മീൻ കഴുകുക അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെ അടുക്കള പണികൾ ചെയ്യാൻ നമ്മൾ വിയർക്കും. മീനിൻ്റെ മണം നമ്മൾ എത്ര കൈ കഴുകിയാലും ചിലപ്പോൾ മണം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഭർത്താവിന് നമ്മളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു കരുതലും കാര്യങ്ങളൊക്കെ പതുക്കെ മാറാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമ്മളിങ്ങനെ വൃത്തിയില്ലാതെ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ. കാരണം ഈ മീനിൻ്റെ മണം എടുക്കുക. അപ്പോൾ ചോദിക്കും നമ്മൾ ഭാര്യമാർ മീനൊക്കെ ഉണ്ടാക്കിയിട്ട് ഭർത്താക്കന്മാർ കഴിക്കണില്ലെന്ന് ചോദിക്കും. അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളും സ്വയം ശ്രദ്ധിക്കുന്നത് വേണം. വീട്ടിൽ നമ്മൾ നല്ല നീറ്റായിട്ട് കിടപ്പുമുറിയിൽ നമ്മൾ നല്ല നീറ്റായിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ മീനിൻ്റെ മണക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മേലെഴുകി വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ വന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രം നമ്മൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കാനും, പുതിയ വസ്ത്രം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയത് എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട വസ്ത്രങ്ങൾ ധരിക്കാനും ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ വിയർപ്പ് മണം മീനിനൊക്കെ നേരെയാക്കിയുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ആ മീനിൻ്റെ മണം എല്ലാം കൂടിയിട്ട് ഒരു അസഹ്യമായ മണമായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മളടുത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു കെട്ട മണം വരും. അപ്പോൾ അത് നമ്മൾക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല, മറ്റൊരാൾക്കാണ് ആയിരിക്കും അതറിയുക. അപ്പോൾ അത് നമ്മൾ ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഭർത്താവിനും മനം മടുപ്പിക്കുന്ന രീതിയിലുള്ള ആ പെരുമാറ്റം നമ്മൾ മാറ്റിയിട്ട് നമ്മളിങ്ങനെ വ്യക്തി ശുചിത്വം വരുത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വ്യക്തി ശുചിത്വത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞു സ്ത്രീകളുടെ കാര്യം പ്രത്യേകം പറയാൻ കാരണം ഒരു ടീച്ചർ, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടീച്ചർ, ആ ടീച്ചർക്ക് ഇതുപോലെ യൂറിനറി ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഡോക്ടറെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് പീരീഡ് ടൈമിലൊക്കെ ആ ഇച്ചിങ്ങൊക്കെ വന്നു. അതുപോലെ അവിടെ നിറച്ച് ഹെയർ ഉണ്ടായിരുന്നു. പാഡൊക്കെ വെക്കുന്ന സമയത്ത് നമുക്കറിയാം അന്ന് പാഡല്ല തുണികളാണ് ഉപയോഗിക്കേണ്ടായിരുന്നത്. ഇന്നത്തെ കുട്ടികളെ പോലെയല്ല, തുണികളാണ് ഉപയോഗിക്കുന്നത്. തുണി മടക്കിയിട്ട് നമ്മൾ അങ്ങനെ വെച്ചിട്ട് പിന്നെ അണ്ടർവെയർ ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ടീച്ചർക്ക് നല്ലപോലെ ഇച്ചിങ്ങായിട്ട് അവിടെ
നല്ലപോലെ മുറിവുകളൊക്കെ ആയി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, അപ്പോൾ നിങ്ങൾ ഒരു ടീച്ചറായിട്ട് ഇത്രയും വിവരമില്ലേ നടക്കാൻ ഡോക്ടർക്ക് ചോദിക്കേണ്ട ഒരു ആവശ്യം വന്നു. അത്രയും ഗതി കെട്ടിട്ടാണ് ഡോക്ടറെ ചോദിച്ചു പോയത്. അങ്ങനെ ക്ലീനൊക്കെ ആക്കി അതിനുശേഷം അവരോട് പറഞ്ഞു കൊടുത്തു, മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ 2 കക്ഷാണെങ്കിലും അതുപോലെ നമ്മുടെ വജൈൻ ഭാഗമാണെന്നുണ്ടെങ്കിലും നമ്മളത് ക്ലീൻ ആക്കണം. കാരണം ഹെയർ ചിലവർക്ക് കൂടുതലുണ്ടായിരിക്കും, ചിലവർക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പീരീഡ് ടൈം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് മുൻപോ, നമുക്ക് ഏകദേശം ഡേറ്റ് അറിയാലോ, അതിന് മുൻപോ നമ്മളിങ്ങനെ ക്ലീൻ ആക്കണം. നിങ്ങളത് ശ്രദ്ധിക്കണം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടി കാണാൻ നല്ല ഭംഗിയുള്ളൊരു കുട്ടി, നല്ല വെളുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് നല്ല വയർപ്പ് മണം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു വയർപ്പ് മണത്തിന് നമ്മൾ ആരും കുറ്റം പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ആ കുട്ടി വ്യക്തി ശുചിത്വം പാലിക്കണില്ല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാരണം ഒരു നേഴ്സാണ്. അപ്പോൾ വെള്ളയും സാരിയാണ്, വെള്ളയാണ് ഇടുന്നത്. ആ കുട്ടി ഇന്നിട്ട ഡ്രസ്സ് തന്നെ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഇട്ടിട്ട് പോവും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നിട്ട് അതന്നെ ഇടും. അപ്പോൾ കാരണം ഇതിൽ വയർപ്പുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം ആ കുട്ടി ഡ്യൂട്ടിക്ക് വരുമ്പോൾ നല്ല നീറ്റിൽ കുളിച്ചിട്ടൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇടുന്നത് ഈ കഴുകി വൃത്തിയാക്കാത്ത ഡ്രസ്സാണ് ഇടുന്നത്. അപ്പോൾ വീണ്ടും ആ വയർപ്പ്. അപ്പോൾ ആ കുട്ടി അടുത്തേക്ക് വരുമ്പോൾ തന്നെ ആൾക്കാർക്ക്, നമ്മളൊരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ആദ്യം ഇതാണ് ബുദ്ധിമുട്ട്. പിന്നെ ആ കുട്ടിയുടെ കക്ഷൊക്കെ നല്ല മഞ്ഞ കളറായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ള ആയതുകൊണ്ട് ആ മഞ്ഞ മാറിയിട്ട് കുറച്ച് റെഡ് കളറാവാൻ തുടങ്ങി. അപ്പോൾ ഇത് പലർക്കും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വ്യക്തി ശുചിത്വത്തിൻ്റെ ഒരു പോരായ്മ, ആ പോരായ്മ ഞാൻ കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം. നമുക്കിപ്പോൾ ചിലപ്പോൾ നേരം ഉണ്ടാവില്ല, വീട്ടമ്മമാരാകുമ്പോൾ നമുക്ക് നേരം ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ നല്ലൊരു ഡ്രസ്സ് ധരിക്കില്ല, കുളി കഴിഞ്ഞാൽ ചിലപ്പോൾ കീറിയതും പറയതൊക്കെ ഇടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ എത്ര ആയാലും അത് കളയാനായിട്ട് തോന്നില്ല, അതുകൊണ്ട് നമ്മൾ ഇടും. പക്ഷെ കാണുന്നവർക്ക് അതൊരു മടുപ്പാണത്. നമ്മളെ അങ്ങനെ കാണുമ്പോൾ അതൊരു മടുപ്പാണ്. നമ്മുടെ ഭർത്താവിനായിക്കോട്ടെ മറ്റൊരു വ്യക്തിക്കായിക്കോട്ടെ അത് കാണുമ്പോൾ ഒരു മടുപ്പ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ മടുപ്പില്ലാതിരിക്കാനും അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഇല്ലാതിരിക്കാനും ഇതൊക്കെ കാരണങ്ങളാവും. അപ്പോൾ നമ്മുടെ വ്യക്തി ശുചിത്വം നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്യണം. എന്തൊക്കെ പണികളുണ്ടെങ്കിലും എന്തൊക്കെ തിക്കും തിരക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാൻ വേണം. ചിലപ്പോൾ നമുക്കറിയാം, എനിക്കറിയാം, ഞാനിപ്പോൾ എൻ്റെ അമ്മയും കൊണ്ടിട്ട് പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ട ഒരു അവസ്ഥ നമുക്ക് എപ്പോഴാണ് എന്താണെന്ന് അറിയാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ബാത്റൂം പോകാൻ പോലും എനിക്ക് സമയം കിട്ടാറില്ല എന്ന്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്നാൽ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഒരു നഖം വെട്ടാനായിരിക്കാം. ആ നഖം വെട്ടാൻ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മുടെ വ്യക്തി ശുചിത്വം ഒരു നഖത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം നമ്മൾ ആ നഖത്തിൽ ചിലപ്പോൾ ചളിയാവാം, ചിലപ്പോൾ നമ്മൾ പണിയെടുക്കുമ്പോൾ പലതും നമ്മുടെ ആ നഖത്തിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് ഇതാവുമ്പോൾ വൃത്തികേടല്ല. ചിലവരുടെ നഖം അങ്ങനെ കണ്ടിട്ടില്ലേ, ചിലർ വിയർപ്പുള്ളവർ അങ്ങനെ മേലിങ്ങനെ വെച്ച് ആക്കി കഴിഞ്ഞാൽ ചളി ഇങ്ങനെ വരും. അപ്പോൾ ചിലവരിങ്ങനെ മാന്തി ആക്കും. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു അറപ്പാണ്. അപ്പോൾ നമ്മളും ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അത് അറപ്പാവും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക വേണം. അപ്പോൾ വ്യക്തി ശുചിത്വമാണ് ഏറ്റവും നമുക്ക് ആദ്യം വേണ്ടത് കേട്ടോ. ബാക്കി നമുക്ക് ശുചിത്വങ്ങളും ക്ലീനിങ്ങും ഒക്കെ ആവശ്യമാണ്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വ്യക്തി ശുചിത്വത്തിൽ നമ്മളിതൊക്കെ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഈ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ട് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.